പ്രിയമുള്ളവരെ, വചനജ്വാല 1814 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ഓഗസ്റ്റ് 19 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഹോസിയായുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഇസ്രായേലിലെ ഉപജാപങ്ങൾ. ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ എഫ്രായിമിന്റെ അഴിമതിയും സമരിയായുടെ അകൃത്യങ്ങളും വെളിപ്പെടും. അവർ വ്യാജമായി പെരുമാറുന്നു, കള്ളൻ അകത്തു കടക്കുന്നു, കവർച്ചക്കാരൻ പുറത്ത് കൊള്ള നടത്തുന്നു. അവരുടെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല. അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു. അവ എൻ്റെ കൺമുൻപിലുണ്ട്. തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു. വഞ്ചന കൊണ്ട് പ്രഭുക്കന്മാരെയും. അവർ വ്യഭിചാരികളാണ്, ചുട്ടുപഴുത്ത അടുപ്പ് പോലെയാണവർ. മാവ് കുഴയ്ക്കുന്നത് മുതൽ അത് പുളിക്കുന്നത് വരെ മാത്രമേ അതിൽ തീ ആളിക്കത്താതിരിക്കുകയുള്ളൂ. നമ്മുടെ രാജാവിന്റെ ഉത്സവ ദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞിന്റെ ലഹരിയിൽ ദഹിച്ച് നിന്ദകരുമായി അവർ കൈകോർത്ത് പിടിച്ചു. ഗൂഢാലോചന കൊണ്ട് അവരുടെ ഹൃദയം തീച്ചൂള പോലെ ജ്വലിക്കുന്നു. രാത്രി മുഴുവൻ അവരുടെ കോപം മങ്ങിക്കിടക്കുന്നു. പ്രഭാതമാകുമ്പോൾ അത് ആളിക്കത്തുന്നു. അവർ അടുപ്പ് പോലെ ചുട്ടുപഴുത്തിരിക്കുന്നു. തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങുന്നു. അവരുടെ രാജാക്കന്മാർ നിലം പതിച്ചു. അവരാരും എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ജനതകളുമായി ഇടകലർന്ന് മറിച്ചിടാതെ ചുട്ടെടുത്ത അപ്പമാണ് എഫ്രായിം. പരദേശികൾ അവന്റെ ശക്തി കാർന്നു തിന്നുന്നു. അവനത് അറിയുന്നില്ല. അവന്റെ മുടി നരച്ചു തുടങ്ങി. അവനത് അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹങ്കാരം അതിനെതിരെ സാക്ഷ്യം നൽകുന്നു. ഇതൊക്കെയായിട്ടും അവർ തങ്ങളുടെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയുകയോ അവിടുത്തെ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. ബുദ്ധിയും വിവേകവുമില്ലാത്ത മാടപ്രാവിന് തുല്യമാണ് എഫ്രായിം. അവൻ ഈജിപ്തിനെ സഹായത്തിന് വിളിക്കുന്നു, അസീറിയയിൽ അഭയം തേടുന്നു. അവർ പോകുന്ന വഴി അവരുടെ മേൽ ഞാൻ വല വീശും. വായുവിലെ പക്ഷികളെ എന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കും. അവർ വഴിതെറ്റി എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവർക്ക് ദുരിതം. അവർ എന്നെ എതിർത്തു. അവർക്ക് നാശം. ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു, എന്നാൽ അവർ എനിക്കെതിരെ വ്യാജം പറയുന്നു. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. അവർ എന്നെ ധിക്കരിക്കുന്നു. അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത് ഞാനാണ്. എന്നിട്ടും അവർ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അവർ ബാലിലേക്ക് തിരിയുന്നു. അവർ ചതിക്കുന്ന വില്ലുപോലെയാണ്. അവരുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ നാവിന്റെ ഔദത്യം നിമിത്തം വാളിനിരയാകും. ഈജിപ്തിൽ അവർ
ഇതിനാൽ പരിഹാസ വിഷയമാക്കും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ യൂട്സിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും ഭക്തിയുടെ പ്രചാരകനും 2 സന്യാസ സഭകളുടെ സ്ഥാപകനുമായ ജോൺ യൂട്സ് നോമിൻഡെയിൽറി എന്ന സ്ഥലത്ത് ഒരു കർഷകന്റെ മകനായി ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ സ്നേഹം, ക്ഷമ, ഭക്തി എന്നിവയിൽ വളർന്നു. പഠനശേഷം മാതാപിതാക്കൾ വിവാഹത്തിന് നിർബന്ധിച്ചു എങ്കിലും 24-ാം വയസ്സിൽ പുരോഹിതനായി. പ്ലേഗ് രോഗബാധയിൽ ത്യാഗപൂർവം ശുശ്രൂഷ ചെയ്തു. ഇടവകകളിൽ ധ്യാനപ്രസംഗമായിരുന്നു പിന്നീട്. വൈദികരുടെ ജീവിത പരിഷ്കരണത്തിന് സെമിനാരികൾ സ്ഥാപിക്കാനും അനുവാദമില്ലാത്തതിനാൽ ഈശോയുടെയും മറിയത്തിന്റെയും സഭ സ്ഥാപിച്ച് കുറെ സെമിനാരികൾ സ്ഥാപിച്ചു. എന്നാൽ എതിർപ്പ് മൂലം പലതിനും അംഗീകാരം ലഭിച്ചില്ല. പിന്നീട് വേശ്യകൾക്ക് വേണ്ടി ഒരു അഭയ കേന്ദ്രം ആരംഭിച്ചു. പല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഗുഡ് ഷെപ്പേർഡ് എന്ന ഒരു സന്യാസ സഭയും ആരംഭിച്ചു. കുറെ ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. പിന്നീട് വേശ്യകൾക്ക് മാത്രമായി ഒരു അഭയ കേന്ദ്രം ആരംഭിച്ചു. പല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഗുഡ് ഷെപ്പേർഡ് എന്ന ഒരു സന്യാസ സഭയും സ്ഥാപിച്ചു. കുറേയേറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 79-ാം വയസ്സിൽ സഹനപൂർണമായ ജീവിതം കർത്താവിനെ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ യൂസ്റ്റിന് മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.